ഒരെണ്ണല്ലേ പോയുള്ളൂ. ക്രിസ്റ്റീന ഗുഡ് മോർണിംഗ്. എനിക്കൂ ഇന്നെന്താ ദിവസം? എനിക്ക് മുഖമൊക്കെ നോക്കിയാ മാളു പ്രൊഡക്റ്റീവ് ടുഡേ. എഴുന്നേൽക്ക്. പരീക്ഷ എഴുതി തോൽവിയും ചെയ്യാം എല്ലാ മനുഷ്യർക്കും പറഞ്ഞിട്ടുള്ളത്. അത് ജയിക്കുന്നവര് ജയിക്കും, മാർക്ക് കിട്ടുന്നവരും മാർക്ക് കിട്ടും, മാർക്ക് കിട്ടാത്തവരും കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നാട് വിട്ടു പോകാനോ കരഞ്ഞ് ടെൻഷൻ എടുത്തിരിക്കാനോ ഒന്നും നോക്കണ്ട. അതെ, എന്തായാലും സമാധാനം എന്നോട് കൂടെ എന്തു വരട്ടെ എന്നുള്ള ധൈര്യം, അതാണ് വേണ്ടത്. ഇവിടെ എന്ത് റിസൾട്ട് വാങ്ങിച്ചാലും നമ്മളെ വീട്ടിലുള്ള എല്ലാരും കൂടെ ഉണ്ടോ പറയും. ഒപ്പുണ്ട്, ഞങ്ങൾ എല്ലാവരും നിന്റെ ഒപ്പുണ്ട്. A+ കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും ഞങ്ങളുണ്ട് കൂടെ മക്കളെ. ആൽഫി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ. മാളിന് എന്താ റിസൾട്ട് വരുന്ന ദിവസം? പരമാവധി വീട്ടുകാരെല്ലാവരും മക്കളുടെ കൂടെ നിക്കുക. അങ്ങനെ എല്ലാ മക്കളോടും ഒരു കാര്യം പിന്നെ നീ എന്തിനാ പേടിക്കണം? നിന്റെ ചേട്ടന്മാര് നിനക്ക് കൂട്ടില്ലേ? എടീ നിന്റെ ചേട്ടന്മാരുടെ റിസൾട്ട് ഒക്കെ ചോദിച്ചു നോക്കുന്ന ആശ്വസിച്ചിരിക്കൂ. തല തിരിച്ചിട്ട് എഴുതിയൊക്കെ ഹിന്ദി. അച്ചു ഗുഡ് മോർണിംഗ്. അച്ചുവിന്റെ എന്താ റിസൾട്ട് വരാം? എന്നാ അച്ചുവിന്റെ റിസൾട്ട് വരാം? 21 ഞാൻ കണ്ടല്ലോ. അപ്പൊ ഗൈസ് ഞാൻ പോയി പല്ല് തയ്ച്ചിട്ട് വന്നു കേട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ ശ്രീയും കൂടെ വരുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്ന് റിസൾട്ട് റിവീൽ ചെയ്യാൻ പോകുന്നത്. അവൾക്ക് മിക്കവാറും ++ ആയിരിക്കും. അപ്പൊ നമ്മുടെ ശ്രീയും കൂടെ വരുന്നുണ്ട്. അപ്പൊ അവള് കുറച്ച് മുമ്പ് വരും, കുറച്ച് ഇപ്പഴേ വരാൻ അറിയില്ല. എന്തായാലും റിസൾട്ട് ഇങ്ങനെ മുമ്പ് വരും. അവള് വെയിലായിട്ട് അവള് സൈക്കിൾ ചവിട്ടി വരണല്ലോ. അപ്പൊ അവള് നേരത്തേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയില്ല. അപ്പൊ ഗൈസ് എന്ത് റിസൾട്ട് ആണെങ്കിലും നമ്മളതിങ്ങനെ യോ ആയിട്ട് കാണാം. പിന്നെ ഞാൻ പോയി കുളിക്കാൻ പോവാണ്. നമ്മള് ചത്ത് കിടന്നാലും ചമ്മഞ്ഞ് കിടക്കണം എന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഗൈസ് ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ കുളിക്കാൻ പോവാണ് ഗൈസ്. ഞാൻ കുളിച്ചിട്ട് നല്ല സുന്ദരിയായിട്ട് വരാം. ഞാൻ പറഞ്ഞില്ലേ ചത്ത് കിടന്നാലും നമ്മൾ ചമ്മഞ്ഞ് കിടക്കണം എന്നാണ്. അപ്പോൾ ഞാൻ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വരാം. ഉച്ചയായിട്ടായപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ 1 മണി ആയിട്ടുണ്ട്, ഉച്ചയായി. അപ്പം ഇനി കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് വേണം എന്തെങ്കിലും കഴിക്കാം. അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം. എന്തെങ്കിലും റിസൾട്ട് നോക്കാം. അപ്പൊ എത്ര മണിക്ക് വരുന്ന പറഞ്ഞ? ഞാൻ വന്നടാ. ശ്രീദേവിക വരാൻ വേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ശ്രീദേവിക വരാൻ വേണ്ടി വന്നിട്ടില്ല. എവിടെയാവോ അവള് മുങ്ങി തോന്നുന്നത് വീട്ടിൽ. കുറച്ചേരം ഇവിടെ നോക്കണം. അപ്പൊ 3 മണി കഴിഞ്ഞപ്പോ 4 മണിക്കാവുന്ന പറഞ്ഞേ. ഇപ്പൊ അത് ഓപ്പൺ ആക്കാൻ പറ്റണില്ല. സൈറ്റൊക്കെ ബ്ലോക്ക്. പേടുന്നില്ല ആന്റിക്കും കൂടെ വരുന്നില്ലേ? എല്ലാവരും ഉണ്ടല്ലോ. എന്താണ് ഇതൊരു സാധനം. പിന്നെ ഇത് മാങ്ങ. ശ്രീകുട്ടിയെ കൂൾ കൂൾ കരയുന്നു. ആഗ്രഹിക്കാലോ നമുക്ക്. കുന്നോളം ആഗ്രഹിച്ചാലാണ് വീഡിയോ എടുക്കണോ? ആരെടുക്കോ? അതിന് ഞാൻ എന്റെ ഓഫാ. അതെ അയ്യോ 6-9
ജയിച്ചിട്ടൊക്കെ പെട്ടു നീ പെട്ടു അടിച്ചടിച്ചോ അയ്യോ രണ്ട് ബി പ്ലസ് ഞാൻ പറഞ്ഞില്ലേ സോഷ്യലിലും ഫിസിക്സിലും എനിക്ക് ഉണ്ടാവും അവൾക്ക് 3A+, പിന്നെ ബാക്കിയുള്ള 2 B+. ശ്രീ ഫുള്ളാവണേ അവൾക്ക് പറയാൻ കിട്ടില്ല ഫുള്ളാണേ ഒരു മാക്സിലും ഒന്നാലും കുഴപ്പമില്ല സാറില്ല ഒരെണ്ണല്ലേ പോയുള്ളൂ അതിക്ക് പിള്ളവും 9A+. മമ്മ എത്ര പ്ലസ് സ്വപ്നം കണ്ടു ഇല്ല ഞാൻ തുപ്പേനെ സി മാർക്ക് ഒന്നുമില്ലല്ലോ. ഗൈസ് അങ്ങനെ നമ്മുടെ റിസൾട്ട് ഒക്കെ വന്നു. കുഴപ്പമില്ല ഗൈസ്, നല്ല മാർക്ക് ഉണ്ട്. ശ്രീദേവിക്ക് 50A+ ഉണ്ട്, ആദ്യമിത്രയ്ക്ക് ഫുൾ എ പ്ലസ്, ആദ്യലക്ഷ്മിക്ക് ഫുൾ എ പ്ലസ്. അവൾക്ക് ഒരെണ്ണത്തിന് മാത്രം പോയതാണ്. അത് മാത്സിലെ A ആണ്. അത് കുഴപ്പമില്ല, നമുക്ക് റിവാലുവേഷൻ കൊടുക്കാം അല്ലേ? കൊടുക്കല്ലേ? എനിക്ക് 3A+, തേനീച്ച 3A+, 5A, 2 B+. നീ മാർക്ക് മേടിച്ചേന്. അപ്പൊ ഗൈസ് നല്ല മാർക്കാണ്, കുഴപ്പമില്ല. അതെ, നല്ല മാർക്ക്. അതെ, അവള് പഠിച്ചതിനുള്ള മാർക്കാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങളുടെ മാർക്കൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. ഫുൾ A+ മേടിച്ച എല്ലാവർക്കും നല്ല പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കഷ്ടപ്പാടാണ്, അതെ. അങ്ങനെ ഇവിടെ SPCയിലെ CA മാർക്കില്ല. ഇവൾക്ക് SPCയിലത്തെ മാർക്ക് ഉണ്ടായിരുന്നില്ല, CA മാർക്ക് ഉണ്ടായിരുന്നില്ല, അതൊന്നും ഇല്ലാണ്ട് എനിക്കതൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വെള്ള കഷ്ടപ്പാടുണ്ട്. അതെ, 20 മാർക്ക് കയറുള്ളൂ അതിനകത്ത്. 20 മാർക്ക്. ഗായ്സ്, ഇവിടെ കേക്ക് ഒക്കെ മേടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും നല്ല മാർക്കാണ് രണ്ടുപേർക്കും. അപ്പൊ നമുക്ക് അതെ നമുക്കത് കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കാം. കമോൺ ഗായ്സ്, കമോൺ.